നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ് പ്രഖ്യാപനം നടത്തുക. 2ാം വർഷ ഹയർ സെക്കൻഡറി ഫലത്തോടൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും അറിയാനാകും. വിവിധ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും ഫലം ലഭ്യമാകും. +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ നടപടിയുമായി സർക്കാർ. 30% വരെ ആനുപാതിക സീറ്റ് വർധന അനുവദിച്ചും കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ തുടരാനും അനുമതി നൽകി സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ വർഷം വരെ അനുവദിച്ച 314 താൽക്കാലിക ബാച്ചുകളിൽ 313 എണ്ണം തുടരും. ഇതുകൂടാതെ ഷിഫ്റ്റ് ചെയ്ത 38 ബാച്ചുകളും തുടരും. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ 30% സീറ്റാണ് വർദ്ധിപ്പിക്കാൻ ഉത്തരവായത്. ഈ ജില്ലകളിലെ എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റ് വർധനവും അനുവദിച്ചു. കൊല്ലം അഞ്ചൽ ആർച്ചിലിൽ പോലീസുകാരന്റെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികൾ അറസ്റ്റിൽ. ശൂരനാട് ഇടപ്പന പാറക്കടവ് നെരിയാമ്പള്ളിയിൽ ആരതി രാജ്, സുഹൃത്ത് ഇടുക്കി കൽത്തൊട്ടി വെളിനാങ്കട്ടം നെല്ലിമൂട്ടിൽ വീട്ടിൽ ഗായത്രി മോഹനൻ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മുഖ്യപ്രതി ആരതിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർച്ചർ പാലവിള വീട്ടിൽ വിവേകിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കത്തിച്ചത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ചിത്രങ്ങൾക്ക് വ്യക്തത കിട്ടാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. യുവതികളെത്തിയ ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ഗൂഗിൾ പേ വഴി ഓട്ടോ ഡ്രൈവർക്ക് പണം കൊടുത്തതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. പിന്നീട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവരുടെ ചിത്രങ്ങൾ തയ്യാറാക്കി. ഓട്ടോ ഡ്രൈവർ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിലായ ആരതിയും വിവേകുമായുള്ള വിവാഹ നിശ്ചയം നടന്നിരുന്നു. പിന്നീട് ചില കാരണങ്ങളാൽ വിവാഹം മുടങ്ങി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് യുവതികൾ ബൈക്ക് കത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഗുരുതരമല്ലാത്ത കേസുകളെല്ലാം സർക്കാർ പിൻവലിക്കുന്നു. അക്രമ സംഭവങ്ങളുടെയും മറ്റും പേരിലുള്ള ക്രിമിനൽ കേസുകൾ ഒഴികെയുള്ളവയെല്ലാം പിൻവലിക്കാനാണ് നീക്കം. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി യുവതി പ്രവേശം അനുവദിക്കരുതെന്ന ഉറച്ച നിലപാടും സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കും. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലുള്ള ഹർജിയിൽ കഴിഞ്ഞ LDF സർക്കാർ നൽകിയ സത്യവാങ്മൂലം കഴിയുമെങ്കിൽ പിൻവലിച്ച് പുതിയത് നൽകുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ട് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. കേസിൽ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ CPM DYFI പ്രവർത്തകരായ 17 പ്രതികളുടെ ജാമ്യമാണ് റദ്ദാക്കിയത്. വിചാരണ നടപടികളുമായി സഹകരിക്കാത്തതിനെ തുടർന്നാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജ് റൂബി K. ജോസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത്. എൽദോസ് കുന്നംപിള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ മൊഴി മാറ്റി പരാതിക്കാരി. എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്നാണ് യുവതിയുടെ നിലവിലെ മൊഴി. നെയ്യാറ്റിങ്കര കോടതിയിലാണ് പരാതിക്കാരി മൊഴി മാറ്റിയത്. മൊഴി നൽകുന്നതിനിടെ പരാതിക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പരാതിക്കാരി ഉൾപ്പെടെ 4 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ അംഗീകരിച്ച റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ യോഗം തീരുമാനിച്ചു. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമായിരുന്നു റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനുള്ള ശുപാർശ. കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിച്ചതോടെ 289 റാങ്ക് ലിസ്റ്റുകളിലുള്ളവർക്ക് പ്രയോജനം ലഭിക്കും. 2026 മെയ് 25-നും ഓഗസ്റ്റ് 31-നും കാലാവധി അവസാനിക്കുന്ന വിവിധ റാങ്ക് ലിസ്റ്റുകളാണ് നവംബർ 30 വരെ നീട്ടിയത്. PSCയുടെ തീരുമാനം 289 റാങ്ക് ലിസ്റ്റിലുള്ള 30,845 ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമാണ്. തിരുവനന്തപുരം പാളയത്ത് SFI KSU സംഘർഷം. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഇരു സംഘടനകളിലെയും പ്രവർത്തകർ തമ്മിൽ തിങ്കളാഴ്ച രാത്രി സംഘർഷമുണ്ടായത്. യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇരു സംഘടനകളും പ്രകടനം നടത്തിയിരുന്നു. പ്രകടനങ്ങൾ പാളയത്ത് മുഖാമുഖം വന്നതിനു പിന്നാലെ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും പിന്നാലെ കല്ലേറും ഉണ്ടാവുകയായിരുന്നു. കല്ലും തടിക്കഷ്ണങ്ങളും ഉൾപ്പെടെ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. തുടർന്ന് പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. 3 വട്ടമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. സംഘർഷത്തെ തുടർന്ന് CPM ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി AA റഹീം, MV ജയരാജൻ എന്നീ നേതാക്കൾ സംഘർഷ സ്ഥലത്തെത്തി. പോലീസിനെ നേതാക്കൾ കുറ്റപ്പെടുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ കുത്തിയിരിപ്പിന് ശേഷം SFI പ്രവർത്തകർ കേരള സർവകലാശാലയിലേക്ക് മടങ്ങി. തിങ്കളാഴ്ച നടന്ന സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഭൂരിഭാഗം സീറ്റിലും വിജയിച്ചു. എന്നാൽ സെനറ്റിൽ 4 സീറ്റ് KSU നേടി. തുടർന്ന് 2 സംഘടനകളുടെയും വിജയാഹ്ലാദ പ്രകടനമാണ് സംഘർഷത്തിൽ കലാശിച്ചത്.
സർക്കാർ ആശുപത്രികൾ കൂടുതൽ രോഗി സൗഹൃദമാക്കുന്നതിനുള്ള നടപടിയുമായി സർക്കാർ. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണിത്. ഒപികളിൽ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്ന സമയം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കും. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. എല്ലാ ആശുപത്രി ഫാർമസിയിലും ഡോക്ടറുടെ കുറിപ്പടി അനുസരിച്ച് ആവശ്യമെങ്കിൽ 1 മാസത്തെ മരുന്ന് ലഭ്യമാക്കും. തുടർച്ചയായി കഴിക്കേണ്ട മരുന്നുകൾ നിശ്ചിത കാലാവധി വരെ ഡോക്ടറെ വീണ്ടും കാണാതെ കൊടുക്കണമെന്നും നിർദ്ദേശിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമറ സ്ഥാപിച്ച് രോഗികളോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റം നിരീക്ഷിക്കും. രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടികളും സ്വീകരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കാലവർഷം എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും 2-3 ദിവസം വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലർട്ടായിരിക്കും. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായുള്ള അച്ചടക്ക നടപടി ഇന്നുണ്ടാകും. ഗൺമാൻ അനിൽ, എസ്കോർട്ട് പോലീസുകാരനായ അരുൺ, വിപിൻ, സന്ദീപ് എന്നിവരെ സസ്പെൻഡ് ചെയ്യും. ഇവരെ നേരത്തെ കേസിൽ പ്രതിയാക്കിയിരുന്നു. വൈകാതെ ഇവർക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകും. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരെ അന്യായമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ വധശ്രമ കേസെടുക്കാനാണ് സാധ്യത. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കിനാലൂർ സ്വദേശി എച്ചിങ്ങപ്പൊയിൽ വീട്ടിൽ അർഷാദ് ഹുസൈൻ, തലക്കുളത്തിൽ പുറക്കാട്ടിരി സ്വദേശി നടുവയിൽ ലക്ഷം വീട് കോളനിയിൽ സജീർ എന്നിവരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 30-ന് രാത്രി പാളയത്ത് നിന്ന് പുഷ്പ ജംഗ്ഷനിലേക്ക് നടന്നു പോകുന്ന 17 വയസ്സുകാരനെ ജയലക്ഷ്മി സിൽക്സിന് എതിർവശത്തുള്ള പെട്രോൾ പമ്പിന് സമീപം വെച്ച് ബലം പ്രയോഗിച്ച് സ്കൂട്ടറിൽ കയറ്റി ആളൊഴിഞ്ഞ കടമുറിയിലെത്തിച്ച് ലൈംഗികാതിക്രമം ഇവർ നടത്തുകയായിരുന്നു. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ അമ്പായത്തോടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയിൽ വെച്ച് യുവതിക്ക് സുഖപ്രസവം. പുതുപ്പാടി ഇങ്ങാപ്പുഴ കക്കാട് പുതപ്പറമ്പിൽ ഷഹനാദിന്റെ ഭാര്യ വിപയാണ് താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ ഓട്ടോയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിങ്കളാഴ്ച രാവിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറെ കാണിക്കുകയും അടുത്ത ശനിയാഴ്ചത്തേക്ക് വരാൻ നിർദ്ദേശിച്ചയക്കുകയും ചെയ്ത യുവതിയാണ് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ഓട്ടോയിൽ വെച്ച് പ്രസവിച്ചത്. യുവതിക്കൊപ്പം ഓട്ടോയിലുണ്ടായിരുന്ന ഭർത്തൃമാതാവ് റജീന നവജാത ശിശുവിനെ നൈറ്റിയിൽ പൊതിഞ്ഞ് ഭദ്രമായി ചേർത്ത് പിടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ശേഷം നഴ്സുമാർ ഓട്ടോയിൽ വെച്ച് തന്നെ പൊക്കിൾക്കൊടി അറുത്തുമാറ്റിയ ശേഷമാണ് കുഞ്ഞിനെയും അമ്മയെയും ലേബർ റൂമിൽ കയറ്റിയത്. അടിയന്തര വൈദ്യസഹായം നൽകി നില മെച്ചപ്പെട്ട ശേഷം ഇരുവരെയും വാർഡിലേക്ക് മാറ്റി. ഭീകരവാദ അധോലോക ശൃംഖലകൾക്കെതിരെയുള്ള ശക്തമായ നടപടിയുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വ്യാപക റെയ്ഡ്. നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി പുനരുജ്ജീവിപ്പിക്കാനും കാശ്മീരിൽ വീണ്ടും വിഘടനവാദം വളർത്താനുമുള്ള നീക്കങ്ങളെ തടയുന്നതിനാണ് NIA ഒരേ സമയം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിനെ നടുക്കുന്ന തരത്തിൽ വൻ കാർ ബോംബ് സ്ഫോടന പരമ്പരകൾ നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി NIA ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ IED സ്ഫോടന കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിധാൻസഭ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സർക്കാർ കെട്ടിടങ്ങളെയും തിരക്കേറിയ വിപണികളെയും ലക്ഷ്യമിട്ടുള്ള അട്ടിമറി നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത്. കേസിലെ പ്രധാന പ്രതികളായ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവർ ആക്രമണത്തിനുള്ള സാധ്യതകൾ പഠിക്കാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലക്നൌവിലെത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. UP വിധാൻസഭ, ബാപു ഭവൻ തുടങ്ങിയ അതീവ സുരക്ഷിത മേഖലകളിലും ജനത്തിരക്കേറിയ ഇമാംബര, ലാൽബാഗ്, അമിനാബാദ് തുടങ്ങിയ സ്ഥലങ്ങളും ഇവർ നിരീക്ഷിച്ച് ഭീകരാക്രമണത്തിന് അനുയോജ്യമാണെന്നും ഉറപ്പിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകൾ ഈ കേന്ദ്രങ്ങളിൽ പാർക്ക് ചെയ്ത് വൻ ദുരന്തം വിതയ്ക്കാനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് NIA വ്യക്തമാക്കുന്നു. കാശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാറുകൾ തകരാറിലായതിനെ തുടർന്ന് 65 ക്യാബിനുകളിൽ കുടുങ്ങിപ്പോയ 300ഓളം വിനോദസഞ്ചാരികളെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സുരക്ഷിതമായി താഴെയിറക്കി. ജമ്മു കാശ്മീരിലെ പ്രശസ്തമായ ഗുൽമാർഗ് ഗൊണ്ടോള കേബിൾ കാർ സർവീസിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് ആകാശത്ത് കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഇന്ത്യൻ സൈന്യവും ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് വിജയകരമായി രക്ഷപ്പെടുത്തിയത്. ഇന്ത്യൻ ആർമി, സംസ്ഥാന ദുരന്ത നിവാരണ സേന SDRF, ദേശീയ ദുരന്ത നിവാരണ സേന NDRF, ജമ്മു കാശ്മീർ പോലീസ്, പ്രാദേശിക ഭരണകൂടം എന്നിവർ സംയുക്തമായാണ് തിങ്കളാഴ്ച ഈ അതിസാഹസികമായ രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ ബരാസത്ത് MPയും മമതാ ബാനർജിയുടെ ദീർഘകാല സഖ്യകക്ഷിയുമായ കക്കോലി ഘോഷ് ദസ്തിദാർ പാർട്ടി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. TMCയുടെ പരാജയത്തിന് TMCയിലെയും IPSCയിലെയും
ദുർഭരണത്തെ ഘോഷ് ദസ്തിദാർ കുറ്റപ്പെടുത്തി. അവരുടെ രാജി തുടർന്നുള്ള TMCയുടെ കല്യാൺ ബാനർജിയുടെ ആക്രമണവും പാർട്ടിക്കുള്ളിൽ ഉരുകുന്ന കൊടുങ്കാറ്റിനെ വെളിപ്പെടുത്തുന്നു. ഭോപ്പാൽ ശ്രീധന മരണക്കേസ് തിങ്കളാഴ്ച സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIക്ക് കൈമാറുന്നതിന് മുൻപ് ട്വിഷ ശർമ്മ ശ്രീധന മരണക്കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം SIT അവരുടെ ഭർത്താവ് സമർത്ഥ് സിംഗിനെ 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. ഗർഭഛിദ്രത്തെ തുടർന്ന് മുൻ മോഡൽ ദുഃഖിതയായി മാറിയെന്ന് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവർത്തിച്ചു. ഒളിവിൽ കഴിഞ്ഞ കാലയളവിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ സമർത്ഥ് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് വൃത്തങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ചോദ്യം ചെയ്യലിൽ ട്വിഷയ്ക്ക് 7 ലക്ഷം രൂപ നൽകിയെന്ന അവകാശവാദവും ആവർത്തിച്ചു. സമർത്ഥിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പാസ്പോർട്ട്, ആധാർ കാർഡ്, മറ്റു പ്രധാന രേഖകൾ എന്നിവ SIT പിടിച്ചെടുത്തു. കർണാടകയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ ഒരു ഘട്ട ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നതിനിടെ പാർട്ടി നേതൃത്വത്തിന്റെ വിളിയെ തുടർന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹിയിലെത്തി. നേതൃത്വവുമായുള്ള അവരുടെ കൂടിക്കാഴ്ച ചൊവ്വാഴ്ച കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കും. അതിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. ഡൽഹിയിലെ പ്രശസ്തമായ ജിംഖാന ക്ലബിലെ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ, നിയമവിരുദ്ധമായ പൊതു നിക്ഷേപങ്ങൾ, വ്യവസ്ഥാപരമായ ഭരണ പരാജയങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന 2022 കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയ പരിശോധനാ റിപ്പോർട്ട് വീണ്ടും പുറത്തുവന്നു. 27.3 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ഉന്നത സ്ഥാപനം ഒഴിപ്പിക്കൽ ഉത്തരവ് നേരിടുകയാണ്. മിഡിൽ ഈസ്റ്റിൽ US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ഇറാനുമായുള്ള സമാധാന കരാറിന്റെ അവസാന ഘട്ടത്തിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ഒരു കരാറിലെത്തിയതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ സൂചന നൽകുകയും ചെയ്തു. അതേസമയം തന്നെ ഇന്ന് രാവിലെയാണ് US ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഈ ആക്രമണങ്ങളെ പ്രതിരോധ നടപടിയായിട്ടാണ് അമേരിക്ക വിശേഷിപ്പിച്ചത്. തൽഫലമായി മേഖലയിലെ സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്കയുണ്ട്. ഇറാനിലെ ബദർ അബ്ബാസ് തുറമുഖത്ത് US ആക്രമണം നടത്തി 2 ഇറാനിയൻ ബോട്ടുകൾ നശിപ്പിച്ചു. ആക്രമണത്തിൽ IRGC നേവി വിംഗ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിനായാണ് ഇറാനിൽ ആക്രമണം നടത്തിയതെന്ന് US സൈന്യം പ്രസ്താവിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൻ കീഴിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയും ജലപാതയിലൂടെ സൗജന്യ ഷിപ്പിംഗും നാവിഗേഷനും അനുവദിക്കുകയും ചെയ്യുമെന്ന് വൃത്തങ്ങൾ പറയുന്നു. ടെഹ്റാൻ കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അതിനുശേഷം നിർദ്ദിഷ്ട കരാർ പ്രകാരം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും സഞ്ചരിക്കാൻ കഴിയും. ഇറാൻ കപ്പലുകൾക്കുള്ള ഗതാഗത ഫീസ് നിർത്തലാക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.